Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. നിലമ്പൂരിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് VS ജോയ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെയാവും UDF സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുക. രാജിവെച്ച മുൻ MLA PV അൻവറിന്റെ പിന്തുണയും VS ജോയ്ക്കാണ്. PV അൻവർ MLA സ്ഥാനം രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നത്. ആര്യടൻ ഷൗക്കത്ത് അല്ലെങ്കിൽ VS ജോയ് എന്നതായിരുന്നു അവസാന റൗണ്ടിലെ സാധ്യത. എന്നാൽ കോൺഗ്രസ് നടത്തിയ സർവേയിൽ DCC പ്രസിഡന്റ് VS ജോയ്ക്കാണ് മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. അലഹബാദിൽ നടക്കുന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് VS ജോയ് എന്ന അനുകൂല തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത്. PV അൻവറുമായുള്ള UDF നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഏപ്രിൽ 15-ന് ശേഷമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുക എന്നതാണ് സൂചന. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ തന്നെ സുപ്രധാനമായ ഒരേടായിരിക്കും. ഇതിനോടകം തന്നെ AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ സജീവമാണ്. PV അൻവർ തുടക്കം മുതൽ VS ജോയ്ക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നത്. അതേസമയം കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണ് LDF ലക്ഷ്യമിടുന്നത്. 1982-ലും 2016-ലും CPM സ്വീകരിച്ച രാഷ്ട്രീയ തന്ത്രത്തിന് സമാനമായ തീരുമാനം ഇത്തവണയും പ്രതീക്ഷിക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയനെ തന്നെ വെല്ലുവിളിച്ച് പുറത്തുപോയ PV അൻവറിന് മറുപടി നൽകാനുള്ള അവസരമായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ CPM കാണുമെന്ന കാര്യത്തിൽ സംശയമില്ല. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യടൻ മുഹമ്മദിന്റെ പിൻഗാമി എന്ന നിലയിൽ ആര്യടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയാകണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ ഉണ്ടെന്ന കാര്യവും തള്ളിക്കളയാനാവില്ല. 2021-ൽ പട്ടാമ്പിയിൽ കോൺഗ്രസ് ആര്യടൻ ഷൗക്കത്തിന് സീറ്റ് നൽകിയെങ്കിലും 2026-ൽ നിലമ്പൂരിൽ അവസരം നൽകിയാൽ മതിയെന്ന ധാരണയിൽ മത്സരിക്കാതെ വിട്ടുനിൽക്കുകയായിരുന്നു. മുസ്ലിം ലീഗിന്റെയും PV അൻവറിന്റെയും കോൺഗ്രസിൽ വലിയൊരു വിഭാഗത്തിന്റെയും പിന്തുണയാണ് ജോയ്ക്ക് സർവേയിൽ മുൻതൂക്കം നേടിക്കൊടുത്തിരിക്കുന്നത്. KSU സംസ്ഥാന പ്രസിഡന്റ്, DCC പ്രസിഡന്റ് എന്നീ നിലകളിലും മികച്ച പ്രവർത്തനങ്ങളും കോൺഗ്രസ് സംസ്ഥാന കേന്ദ്ര നേതാക്കളുമായുള്ള ബന്ധവും ജോയ്ക്ക് ഗുണകരമായിട്ടുണ്ട്. എന്തായാലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം UDF പ്രവർത്തകർ മാത്രമല്ല LDFും ആകാംക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ.